ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓട്ടോമേറ്റ് 07 ചാനൽ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു വണ്ടി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ ആണെങ്കിൽ അത് സർവീസ് സെന്ററിൽ സർവീസ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണ്, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് കൊടുത്താലുള്ള ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നൊരു കാര്യം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ പലർക്കും ഉള്ളൊരു സംശയമാണ്, ചിലർ സെക്കൻഡ് ഹാൻഡ് കാറുകൾ എടുക്കുന്ന ഒരു സമയത്ത് പലരും വിചാരിക്കും ഇത് ഇനിയിപ്പോൾ ഇതിന്റെ വാറന്റി ഒക്കെ കഴിഞ്ഞു, നമ്മളിത് സർവീസ് സെന്ററിലേക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പുറത്ത് ജസ്റ്റ് ഓയിൽ ചേഞ്ച് ഫിൽട്ടർ ചേഞ്ച് ചെയ്താൽ മതി എന്നുള്ളതാണ് പലരും വിചാരിക്കുന്നൊരു കാര്യം. പക്ഷേ ഇതിലൊരു പ്രശ്നം കിടപ്പുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു സർവീസ് സെന്ററിൽ കൊണ്ടുപോയി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഐ മീൻ ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഫോർഡിന്റെ ആസ്പർ വണ്ടിയിലാണ്. അപ്പോൾ ഫോർഡിനെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഈ വണ്ടി ഏകദേശം 6 വർഷത്തിന് മേലെയായി ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതിനിടയിൽ സർവീസ് സെന്ററിലും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചില കാര്യങ്ങൾക്ക് പുറത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ മെയിനായിട്ട് നമുക്ക് വരുന്നൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സർവീസ് സെന്ററിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അവർ ചെയ്യുന്ന അവരുടെ ഒരു പ്രോപ്പർ അസസ്മെന്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു നല്ല ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും അതുപോലെ തന്നെ ഒരു സാധാരണ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ചില സ്ഥലത്ത് ചില ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഒരു 10, 20, 30 മിനിറ്റൊക്കെ അസസ്മെന്റിന് മാത്രം സമയമെടുക്കും. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ ഫീസും കൂടുതലായിരിക്കും. ആ ഒരു വ്യത്യാസം അവിടെയുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ റൂട്ട് കോസ് എന്താണ്, അല്ലെങ്കിൽ ഭാവിയിലൊരു പ്രശ്നം വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ ചിലപ്പോൾ നമുക്കുണ്ടാവാം. അപ്പോൾ ഇതെല്ലാം അസസ്മെന്റ്, ഒരു നല്ല പ്രോപ്പർ അസസ്മെന്റ് എടുത്തിട്ട് അത് മുൻകൂട്ടി കണ്ടിട്ട് അതിനും കൂടെ ഉള്ള ഒരു പ്രതിവിധി നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അതല്ല, നമ്മളിപ്പോൾ ഒരു 100 രൂപ അല്ലെങ്കിൽ 200 രൂപ കൺസൾട്ടേഷൻ ഫീ ഉള്ള ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ, ഞാൻ എല്ലാ സ്ഥലം അങ്ങനെ ആണെന്നല്ല പറയുന്നത്, പക്ഷേ ചിലപ്പോൾ ഒരു 5 മിനിറ്റിൽ കണ്ടിറങ്ങാൻ പറ്റും. പലരും ധൃതിയുള്ള ആളുകളാണ്, പക്ഷേ ഈ ഒരു 5 മിനിറ്റിൽ കണ്ടിറങ്ങാൻ പറ്റും. താൽക്കാലികമായിട്ടുള്ള ഒരു മെഡിസിൻ കിട്ടുകയും ചെയ്യും, അല്ലെങ്കിൽ എന്ത് ട്രീറ്റ്മെന്റ് ആണോ അത് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ നമ്മൾ ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ കൊടുക്കുന്നതും പുറത്ത് കൊണ്ടുപോയി കൊടുക്കുന്നതും. അപ്പോഴും ഒരു കാര്യം പറയാനുണ്ട്, പുറത്ത് നല്ല രീതിയിൽ സർവീസ് ചെയ്യുന്ന ഇഷ്ടംപോലെ എന്ന് പറയുന്നില്ല, കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി അല്ലെങ്കിൽ ഫ്രഷ് വണ്ടിയാണെങ്കിൽ പോട്ടെ, ഇപ്പോൾ വാറണ്ടി കഴിഞ്ഞാൽ പോലും നമ്മൾ സർവീസ് സെന്ററിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് കുറച്ച് ഗുണങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളൊരു 3000 രൂപയ്ക്ക് സർവീസ് ചെയ്യുന്ന ഒരു കാര്യം ചിലപ്പോൾ ഒരു 4000, 4500, 5000 രൂപ വരെ വ്യത്യാസം വരെ സർവീസ് സെന്റർ കൊടുക്കും. പക്ഷേ അവിടെയുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അവർ പ്രോപ്പറായിട്ട് അസസ് ചെയ്തിട്ട് അവർ നല്ല രീതിയിൽ ഇപ്പം വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ സ്കാൻ ചെയ്ത് നോക്കിയും ഒക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും എല്ലാ സ്ഥലത്തും അവരുടെ കണ്ണുകളെത്തും. ഇപ്പോൾ അവർക്ക് ഒരു ചെക്ക് പോയിന്റ്സ് ഉണ്ടാവും പല രീതിയിലുള്ള. അപ്പോൾ അതവിടെ എത്തിയിട്ട് അവർ നോക്കും. അപ്പോൾ ഫ്യൂച്ചറിൽ വരാൻ കാര്യമുള്ള കാര്യങ്ങൾ അവർ നമ്മളുടെ അടുത്ത് പറയും, ചില റീപ്ലേസ്മെന്റ് ചെയ്യാൻ പറയും. പക്ഷേ ചില സർവീസ് സെന്ററിൽ അത് മുതലെടുക്കുന്ന ആളുകളുണ്ട്. മനസ്സിലായോ? ഇപ്പോൾ അറിയാൻ പാടില്ല, വണ്ടീനെ കുറിച്ച് അറിയാത്ത ഒരാളാണ്, അപ്പോൾ അവരുടെ അടുത്ത് ഇന്ന സാധനങ്ങൾ മാറ്റണം. അല്ലെങ്കിൽ ചില സർവീസ് സെന്റേഴ്സിൽ അവർ ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഓൾറെഡി നല്ല പാർട്സ് എടുത്ത് മാറ്റി വേറെ അവരുടേതായിട്ടുള്ള വണ്ടികൾ, അതായത് അവർക്ക് സെയിൽ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ അവരുടേതായിട്ടുള്ള സ്വന്തം വണ്ടികളിലേക്കൊക്കെ മാറ്റിയിടുന്ന സർവീസ് സെന്ററിൽ കുറച്ച് കള്ളന്മാരുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ നമുക്ക് മണി വൈസ് ബെനിഫിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ഒരു വർക്ക്ഷോപ്പിൽ കൊടുക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. രണ്ടാമത്തെ കാര്യം സർവീസ് ക്വാളിറ്റിയാണ്. ഈ സർവീസ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ, നമ്മൾ ഒരു സർവീസ് സെന്ററിൽ കൊടുക്കുന്നത്, അതായത് ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ കൊടുക്കുന്ന സമയത്ത് അവർ എഞ്ചിൻ ഓയിൽ മാറ്റുക, അല്ലെങ്കിൽ പീരിയോഡിക് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ ഓയിൽ മാറ്റുക അല്ലെങ്കിൽ ഫിൽറ്റർ മാറ്റുക എന്നുള്ളത് മാത്രമല്ല അവർ ചെയ്യുന്നത്. അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ലൂബ്രിക്കേറ്റ് ചെയ്യുന്ന കുറച്ച് പാർട്സുകൾ ഉണ്ടാവും, ഗിയറുമായിട്ട് ബന്ധപ്പെട്ടത്, ക്ലച്ച് അല്ലെങ്കിൽ എഞ്ചിൻ ഭാഗങ്ങൾ പലതും ലൂബ്രിക്കേറ്റ് ചെയ്യുന്ന കുറച്ച് പാർട്ടുകളുണ്ടാവും. ഓരോ സർവീസിലും പീരിയോഡിക് സർവീസിലും ചെയ്യേണ്ട പാർട്ടുകളുണ്ട്. അതെല്ലാം അവർ ലൂബ്രിക്കേഷൻസ് ചെയ്യുക. പിന്നെ അതുപോലെ അവർ ബ്രേക്ക് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക, ഫ്ലൂയിഡ്സിന്റെ ലെവൽ ചെക്ക് ചെയ്യുക. ഇത് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ടൊരു പൈസയുടെ ഒരു പ്രശ്നം കൊണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പുറത്ത് കൊടുക്കാറുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജസ്റ്റ് ഒരു ഓയിൽ മാറ്റും, എയർ ഫിൽട്ടർ മാറ്റും, ചിലപ്പോൾ ക്യാബിൻ ഫിൽട്ടർ, AC ഫിൽട്ടർ മാറ്റും. ഇത്രയേ അതിൽ ചെയ്യത്തുള്ളൂ. വേറെ കാര്യങ്ങളൊന്നും ഒരു 99% പുറത്തുള്ള വർക്ക്ഷോപ്സിൽ ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പ്രൈസ് ഡിഫറൻസ് അവിടെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഓതറൈസ്ഡ് സർവീസ് ഉണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ, ഇപ്പം എല്ലാത്തിനും GST കാര്യങ്ങൾ, ടാക്സസ് നമ്മളെ നാട്ടിൽ ഭയങ്കര ഈ പറഞ്ഞ പോലെ കൊല്ലുന്ന രീതിയിലുള്ള ടാക്സ് ആണ്. അതില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ടാക്സ് എല്ലാം ഉൾപ്പെടുത്തി പോകുന്നതുകൊണ്ടാണ് ഈ സർവീസ് ബിൽസ് ഒത്തിരി കൂടുതൽ വരുന്നത്. ക്വാളിറ്റി അവിടെ ഉണ്ടെങ്കിലും ഈ ടാക്സ് എല്ലാം കൊടുക്കണം. നമ്മൾ സാധാരണ ഒരു വർക്ക്ഷോപ്പിൽ പോകുമ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമില്ല, വെള്ള പേപ്പറിൽ എഴുതി തരും, കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഇതാണ് സംഭവം ഉള്ളത്. പിന്നെ നാലാമത്തെ കാര്യം റെസ്പോൺസിബിലിറ്റി. നമ്മളൊരു സർവീസ് സെന്ററിലാണ് കൊണ്ടുപോയി വണ്ടി കൊടുക്കുന്നത്. അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചു, അവർ കൊണ്ട് ഇടിപ്പിച്ചു, അല്ലെങ്കിൽ അവിടെ ഇതിലില്ലാത്തൊരു കംപ്ലൈൻറ്റ് അവിടെ വെച്ച് സംഭവിച്ചു, നമുക്ക് തീർച്ചയായിട്ടും കംപ്ലൈൻറ്റ് ചെയ്യാം. അവരതിനുള്ള സൊല്യൂഷൻസ് അവർ തീർച്ചയായിട്ടും തരും. ഓക്കെ, അല്ലെങ്കിൽ അത് അവർ റിപ്പയർ ചെയ്ത് തരും. അവർ റെസ്പോൺസിബിൾ ആണ്. റെസ്പോൺസിബിലിറ്റിയുടെ കാര്യത്തിൽ ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ടു
ടേക്ക് യു കാർ ടു എ ഓതറൈസ്ഡ് സർവീസ് സെന്റർ. അത് നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ കിട്ടില്ല. നമ്മളിപ്പോൾ ഒരു സർവീസ് നമ്മൾ സാധാ വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പറ്റിയിട്ട് നമ്മൾ ചെല്ലുമ്പോൾ അവർ കൈമലർത്തും. കാരണം അവർ പറയും ഞങ്ങൾക്ക് അറിയില്ല, എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയിട്ടല്ല. ചിലപ്പോൾ അടുത്ത വർക്ക്ഷോപ്പിൽ ആളെ ഈവൻ വണ്ടിയുടെ ഉള്ളിലെ ഒരു കീ ചെയിൻ, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ ഈ കീ ചെയിൻ, ഇതൊരു 350 സംതിങ് എന്തോ വരുന്നൊരു കവറാണിത്. ഈ ഒരു കവർ ഇതുപോലെ ഞാൻ സർവീസിന് കൊടുത്തിട്ട് സാധനം കണ്ടില്ല. അത് ഞാൻ ഫോർഡിൻ്റെ ഓതറൈസ്ഡ് സർവീസിലെ കൊടുത്തിട്ട് ഇത് കണ്ടില്ല. ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തു വിത്തിൻ 2 days. അവർ പറഞ്ഞു സാർ അങ്ങനെ ഒരു ഫോൾട്ട് നമ്മളുടെ അടുത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വേറെ എന്താ പറയുക അതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് സംസാരിച്ചില്ല. പെട്ടെന്ന് തന്നെ അവർ ഹയർ അതോറിറ്റിയിൽ കാര്യം അറിയിച്ചു. എനിക്ക് അതിനുള്ള പൈസ അവർ അടച്ചു തരികയാണ് ചെയ്തത്. വേറെ ഒന്നും അവർ തിരിച്ച് പറയാനോ ഒരു ആർഗ്യുമെൻറ്റിന് പോലും അവർ നിന്നിട്ടില്ല. അപ്പോൾ ആ ഒരു ചെറിയ കാര്യത്തിന് പോലും അവർ എത്രത്തോളം റെസ്പോൺസിബിൾ ആണെന്നുള്ളത് നമുക്ക് ഈ ഒരു സർവീസ് സെൻറ്ററിൽ മനസ്സിലാവും. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവർ പറ്റില്ല അല്ലെങ്കിൽ ചെയ്യില്ല. ബട്ട് സ്റ്റിൽ അത് ചെയ്യുന്ന കുറേ സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്, ഓതറൈസ്ഡ് സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്. നമ്മൾ പലപ്പോഴും അതൊക്കെ നല്ല എക്സെപ്ഷണൽ കേസസ് ആണ്. ചില സമയത്ത് EVM ഫോക്സ് വാഗൺ അതിൽ അവരുടെ കയ്യിൽ നിന്ന് തെറ്റുപറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാറണ്ടി പീരീഡിലുള്ള വണ്ടി റിപ്പയർ ചെയ്ത് ഇരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് ഒരു 95% ഓതറൈസ്ഡ് സർവീസ് സെൻറ്റർ വളരെ റെസ്പോൺസിബിൾ ആയിരിക്കും. നമ്മളെ വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരത് ക്ലിയർ ചെയ്ത് തരും അവരുടെ ഭാഗത്തു നിന്നുള്ളതാണെങ്കിൽ. ഓക്കെ, പിന്നെ വാറണ്ടി പീരീഡിലുള്ള വണ്ടിയാണെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു 5,000-6,000 വരും എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 3,000-നുള്ളിൽ സർവീസ് ചെയ്യുന്ന സ്ഥലത്തുണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയ വാറണ്ടി കട്ടാവും, ക്ലെയിമുകൾ കാര്യങ്ങൾ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ ഇതെല്ലാം അതിൽ വരും. ഇപ്പോൾ റീപ്ലേസ്മെൻ്റ് ആണെങ്കിൽ കൂടെ അതിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും ബെനിഫിറ്റ്സ് ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചെറിയ പൈസക്ക് കാര്യം നടക്കും, പക്ഷേ വണ്ടിക്ക് പിന്നീടുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് ഒരു മെയിൻ പോയിന്റ് ആണ്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് സർവീസ് സെൻ്റർ, ഈവൻ ഫോക്സ് വാഗൺ അടക്കമുള്ള സർവീസ് സെൻറ്റേഴ്സ് എല്ലാം തന്നെ പ്രൈസ് അവർ കുറച്ചിട്ടുണ്ട്. ഈവൻ പാർട്സിനാണെങ്കിലും സർവീസിനാണെങ്കിലും പ്രൈസ് കുറച്ചിട്ടുണ്ട്. ബട്ട് ഈ GST പോലുള്ള സത്യം പറഞ്ഞാൽ കൊള്ള ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഹയർ സൈഡിൽ നിൽക്കുന്ന ഒരു കാര്യം. അപ്പോൾ അത്രയൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ ഒത്തിരി കമ്പനീസ് വന്നു, ആ ഒരു കോമ്പറ്റീഷനൊക്കെ നടക്കുന്നതുകൊണ്ട് പല സർവീസ് സെൻറ്റേഴ്സ്, ഇപ്പോൾ എസ്പെഷ്യലി ഫോർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിതിൽ ഫോർഡിൻ്റെ സർവീസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഇതിന് മുന്നേ ഒരു റിവ്യൂ ഈ വണ്ടിയുടെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ എത്രത്തോളം ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കാണാത്തവരൊന്ന് പോയി കാണുകയാണെങ്കിൽ നല്ലതാണ്. അപ്പം ഞാൻ പറയുന്നത് നമുക്ക് റീസണബിൾ ആയിട്ട് സർവീസ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റി കമ്പനികൾ തന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പുറത്തു കൊണ്ടേ കൊടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ ഉള്ളത്. ഞാൻ ഇതുവരെ പുറത്ത് കൊടുത്തിട്ടില്ല, ആകെ 2-3 പ്രാവശ്യം കൊടുത്തിട്ടുള്ളൂ. അതും സൈലൻസർ തട്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കുറച്ച് വേറെ വഴിയിൽ വെച്ചിട്ട് സംഭവിച്ചുകൊണ്ട് അങ്ങനെ കൊടുത്തിട്ടുള്ളത് അല്ലാതെ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ സർവീസ് സെൻ്ററിൽ കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പുറത്ത് വണ്ടി സർവീസ് ചെയ്യാൻ കൊടുക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സും അതുപോലെ തന്നെ ദോഷങ്ങളും ഉള്ളത്. സർവീസ് സെൻ്ററിൽ കൊടുക്കുമ്പോഴുള്ള ബെനിഫിറ്റ്സ് അതുപോലെ ഡിസഡ്വാൻറ്റേജ് ഉള്ളത്. അപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ യൂസേജ് ആണ്. ഇപ്പോൾ നിങ്ങളൊരു പണ്ടത്തെ ഏതെങ്കിലും ഒരു വണ്ടി ജസ്റ്റ് കിടന്ന് ഓടാൻ വേണ്ടിയൊക്കെ ആണെങ്കിൽ ഓക്കെ, നമ്മൾ പുറത്ത് കൊടുക്കേണ്ടതിൻ്റെ ആവശ്യമുള്ളൂ. നമുക്കൊരു മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പാർട്സ് കാര്യങ്ങളൊക്കെ കുറവുള്ള ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ പുറത്ത് കൊടുത്താൽ ധാരാളമാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു പണ്ടത്തെ ഒരു ഇൻഡിക്ക അല്ലെങ്കിൽ ഓംനി, പണ്ടത്തെ 800 അംബാസിഡർ അതുപോലെയുള്ള വണ്ടികളൊക്കെ നമ്മൾ പുറത്തുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അവിടെ ഒരു അത്യാവശ്യം മെക്കാനിക്കൽ വർക്ക്സ് ആണ്, അത് ആ ഒരു നെറ്റലും ബോൾട്ടിലുകളൊന്നും ഓടിക്കണം. ബട്ട് നമ്മളെ ന്യൂജൻ കാർസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡെലിക്കേറ്റ് ആണ്. അവരുടെ ഇലക്ട്രിക്കൽ പാർട്സ് എല്ലാം ഡെലിക്കേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അതിനെ വെച്ചിട്ട് ആ കോസ്റ്റും ഒത്തിരി കൂടുതലാണ് വരിക. അപ്പോൾ അതിനെ വെച്ചിട്ട് നിങ്ങളൊരു എന്താ പറയുക, നമ്മൾ എത്രയും പൈസ അതിൽ സ്പെൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്മളത് ഇപ്പോൾ ചെറിയ പൈസ ലാഭത്തിന് വേണ്ടി കൊണ്ടുപോയിട്ട് വണ്ടി നശിപ്പിക്കാതിരിക്കുക. അപ്പോൾ ഓരോ വണ്ടീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുന്നത്. പിന്നെ അതുപോലെ നിങ്ങളുടെ യൂസും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇതുപോലെ പുറത്ത് കൊടുക്കുന്നതോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വലിയ പിടിയൊന്നും ഇല്ലാത്ത പുതിയ വണ്ടി എടുക്കാൻ പോകുന്ന ഫ്രണ്ട്സ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള അടുത്ത മറ്റ് വീഡിയോകൾ ഇൻഫോർമേഷൻസ് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇതുപോലുള്ള യൂസ്ഫുൾ അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങളുടെ കയ്യിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ യൂസ്ഫുൾ വീഡിയോ വരുന്നത് വരെ ബൈ ദെൻ, goodbye and thank you so much for watching. See you again.